സിമ്പിളായിട്ട് നടന്നു പോകുന്നു. ആ സൈഡൊക്കെ ഘോര വനം. താമരയാ. ഞാൻ ഇറങ്ങിയെന്ന് വഴിയുണ്ടോ? വീട് അവർക്ക് എന്തൊക്കെയോ പറയാം. ക്യാമറ എന്തിനെടുക്കുന്നു? വിറ്റു. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ നല്ല മുട്ടം പണിയിട്ടിരിക്കുക. കാരണം ഇറങ്ങിയ സമയത്ത് മഴയില്ലായിരുന്നേ. ഒരു 4 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ നല്ല മഴയായി. അങ്ങനെ കയറിയെന്ന് വന്നേ കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നതെന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ ചെങ്കോട്ടയ്ക്ക് അടുത്തുള്ള നല്ല നല്ല സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. പക്ഷേ ഈ വഴി നടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് തെമ്മല ഡാം ചെല്ലാൻ പറ്റും കേട്ടോ. പക്ഷെ നമ്മളെ കയറ്റി വിടില്ല, ഫുള്ള് ഫോറസ്റ്റാണ്. അപ്പം ഫോറസ്റ്റുകാർ കണ്ടാൽ നമുക്ക് പണിയും കിട്ടും. അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഞാൻ നിൽക്കുന്ന സ്ഥലം കണ്ടോ, ഈ പാലത്തിൻ്റെ കീഴിലാണ് വന്ന് നിന്നത് കേട്ടോ. നല്ല മഴയായതുകൊണ്ട് ഇപ്പം മഴ തോന്നിട്ടുണ്ട്, എന്നാലും പൊടിക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ചാറ്റിലുണ്ട് കണ്ടോ. 13 കണ്ടറ പാലത്തിൻ്റെ രീതിയിലുള്ള പാലമാണ് ഇത്. പണ്ട് കാലത്ത് നിർമ്മിച്ച പാലം കേട്ടോ. കാണാനൊക്കെ അടിപൊളി ഒരു പാലം കേട്ടോ. 1 2 3 കണ്ടറ പാലം. മറ്റേത് 13 കണ്ടറ പാലമെങ്കിൽ ഇത് 3 കണ്ടറ പാലം. നല്ല രസമുണ്ട്. എന്താ പാറ കേട്ടോ, നല്ല രീതിയിലുള്ള പാറയാണേ. ഈ വഴി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കട്ടളപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് കേട്ടോ. ഗൈസ്, അങ്ങനെ ഇവിടെ നമുക്ക് പോവാം. നേരെ നമുക്ക് തെമ്മല ഡാമിൻ്റെ ഭാഗങ്ങൾ നമുക്ക് കാണാം. അത് കഴിഞ്ഞ് അതിൻ്റെ പോകുന്ന വഴിയിൽ ഇപ്പം നല്ല മഴയായതുകൊണ്ട് തന്നെ ചിലപ്പം പറയാൻ പറ്റില്ല. ഇന്നലെയൊക്കെ നല്ല മഴയായതുകൊണ്ട് ഈ ചെറിയ അരുവികളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പം നമുക്കതൊക്കെ കണ്ട് നമ്മൾ നേരെ തമിഴ്നാട്ടിലോട്ട് പോകാം. ഭഗവതിപുരം റെയിൽവേ സ്റ്റേഷനൊക്കെ നമുക്ക് കാണാം. റെയിൽവേ സ്റ്റേഷന് സ്റ്റേഷൻ അപ്പോൾ അതൊക്കെ കണ്ട് അടിപൊളി ഒരു റെയിൽവേ സ്റ്റേഷനാണ്. റെയിൽവേ സ്റ്റേഷനെ അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ഈ വഴി പോകുന്നെങ്കിലേ ഇവിടെയൊക്കെ ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുക്കാൻ അടിപൊളി സ്ഥലം കേട്ടോ. ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്ഥലമാണ്. കാരണം ചെല്ലാണ്ട് 13 കണ്ടറ പാലത്തിൻ്റെ ചെറിയ മിനി 3 കണ്ടറ പാലം. ഓക്കെ, 1 2 3 കണ്ടറ പാലം. പഴയ പാലമാണ്. ഇതുവരെ ഇത് പുതുക്കി പണിഞ്ഞിട്ടില്ല. നമ്മുടെ 13 കണ്ടറ പാലത്തിൻ്റെ ആ സൈഡൊക്കെ പണ്ട് ഇങ്ങനെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ഫുള്ള് നമ്മുടെ കോൺക്രീറ്റ് ചെയ്ത് വാർത്ത് വെച്ചേക്കും. അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ്, അതിൻ്റെ അകത്ത് ഇങ്ങനെയാണ്. പക്ഷേ അതിൻ്റെ പുറമെ ഇപ്പം ഒന്നും കൂടി ബലപ്പിച്ചിട്ട് ചെയ്തേക്കാം. പക്ഷേ ഇത് കാണാനായിരുന്നു അടിപൊളി കേട്ടോ. ഇങ്ങനെ കാണുന്ന അടിപൊളി സംഭവം. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അത് ബലം കുറവായതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തേ. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മൾ ഈ പാലത്തിൻ്റെ മുകളിലോട്ട് കയറി വന്നപ്പോഴേ ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ട് കേട്ടോ. ഞാൻ ഇറങ്ങി പോയ സമയത്ത് ഈ ക്ഷേത്രം കണ്ടില്ല, ശ്രദ്ധിച്ചില്ല. പിന്നാണ് ക്ഷേത്രമാണെന്ന് മനസ്സിലായത്. ഉണ്ടോ? ഗൈസ്, ഇപ്പം ഞാൻ നിൽക്കുന്നത് 13 കണ്ടറ പാലത്തിൻ്റെ അടിയിലാണ്. നല്ല മഴയാണ്. ഇങ്ങോട്ട് നല്ല മഴയായിരുന്നു. റെയിൻ കോട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഷർട്ടൊക്കെ നനഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതെന്തായാലും കൊള്ളാമല്ലേ. മേളി ഫുള്ള് വനമാണ്. വനത്തിലുള്ള മേളി പാറ, അത് കഴിഞ്ഞ് റെയിൽവേ ട്രാക്ക്, അത് കഴിഞ്ഞ് റോഡ്, അത് കഴിഞ്ഞ് ആറ്. കൊള്ളാമല്ലേ ഗൈസ്. ഇതാണ് കഴുതിരട്ടി ആറ് കേട്ടോ. നല്ല അടിപൊളി ഒരു ആറാണ്. വലിയ ആഴമൊന്നും ഇല്ലെന്ന് തോന്നുന്നു, പക്ഷേ ഫുള്ള് പാറയാണ്.
ചായ കുടിച്ചോട്ടോ. ഇപ്പോഴാണ് മനസ്സിലായത് വീട്ടിലെ ചായയും പിന്നെ നമ്മുടെ നാട്ടിലെ ഈ കൊച്ചു കടകളിലെ ചായ ഉണ്ടല്ലോ, എന്ത് ടേസ്റ്റാപ്പം. അയ്യോ നല്ല തണുപ്പ് കേട്ടോ. ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലേക്കുന്നത് നമ്മൾ എസോളൻ്റെ അവിടെ എത്താറായതേ ഉള്ളൂ, എത്തിയില്ല. അതിനിപ്പോൾ ഒരു ചായ കുടിക്കണമെന്ന് വെച്ചാൽ രാവിലെ ചായ കുടിച്ചില്ലല്ലോ, നല്ല മഴയായിരുന്നു. ഇപ്പോഴും മഴ ഇടവിട്ട് പെയ്യുന്നുണ്ട് കേട്ടോ തമിഴ്നാട്ടിൽ, നല്ല മഞ്ഞാണ്. അങ്ങനെ ചായ കുടിക്കാൻ കയറി ഒരു കേക്കും ഒരു ചായയും പറഞ്ഞു. ചായ എന്ന് പറഞ്ഞാൽ എന്തായാലും ചായ എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. ഒരുമാതിരി കുടിക്കാനും കൊള്ളത്തില്ല. ഞാൻ പാതി മുക്കാലെടുത്ത് കളഞ്ഞു, ശകലം കുടിച്ചപ്പോഴേ മതിയായി. എവിടെയെങ്കിലും നല്ല ചായ കുടിക്കണം. അതുപോലെ കേക്ക്, എനിക്ക് കേക്കും ചായയും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ചായ കുടിക്കുമ്പോൾ കേക്ക് മേടിക്കാൻ കേക്ക് മേടിച്ചു. എൻ്റെ ദൈവമേ, കേക്ക് കഴിച്ചപ്പോഴും തണുത്ത് ഒച്ച പോലെ ഇരിക്കുന്ന കേക്ക്. അത് ഇന്നൊന്നും ഉണ്ടാക്കിയതേ അല്ല. അയ്യോ വണ്ടി കയറി വരുന്നു. അണ്ണായി എന്നെ വിടണ്ണായി. വിട്ടെണ്ണായി. രസവും ഭയങ്കര ഡേഞ്ചറാട്ടോ. വലിയ വലിയ ലോറികളെ തിരിഞ്ഞു പോകും. ചിലപ്പോൾ നമ്മളതിനകത്ത് പെട്ടു. ഇപ്പോൾ പുളിയറ ഡാമുണ്ട്, ആ ഡാം ഞാൻ കാണിച്ചു തരാം. അടിപൊളി ഡാമാണ്. ആ ഭഗവതിപുരം റെയിൽവേ സ്റ്റേഷനുണ്ട്, അടിപൊളിയാണ്. കാരണം അവിടെ ഇഷ്ടംപോലെ സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നാട്ടിൻപുറത്തെ ഒരു റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ ഇവിടുന്ന് ഇടത്ത് തിരിയണം കേട്ടോ. ഇടത്ത് തിരിഞ്ഞാൽ നമ്മൾ പോകുന്നത് ഒരു ഡാമിലേക്കാണ്. ഷട്ടറൊന്നുമില്ല, എന്നാൽ തന്നെ കാണാനൊക്കെ അടിപൊളിയാണ് കേട്ടോ. ചെറിയൊരു ഓഫ് റോഡാണ് കേട്ടോ. ഇവിടെ ആദ്യമായിട്ടൊന്നുമല്ല വരുന്നത്, ഇഷ്ടംപോലെ വട്ടം വന്നിട്ടുണ്ട്. എന്നായിരുന്നു എനിക്ക് യൂട്യൂബ് ചാനലൊന്നുമില്ല. മാമാ കൊഞ്ചം വഴുതാ മാമാ. ഉണ്ടോ അവിടെയൊക്കെ നെല്ലാണ്. എൻ്റെ ദൈവമേ നോക്കിയേ, അടിപൊളി നെല്ലൊക്കെ കിടക്കും. നെല്ലല്ലേ ഇത്? നെല്ല് കൊയ്യാൻ വേണ്ടി കിടക്കും കേട്ടോ. ഇത് മറ്റേ എന്താ പറഞ്ഞ് നെല്ല് പാകമായി എന്ന് പറയൂലേ, ഇത് വേറെ നാട് പറയുമല്ലോ ഇനി. അയ്യോ ഇവിടെ ചെറിയൊരു റിവർ ക്രോസ് ഉണ്ട് കേട്ടോ. ഈ ഡാമിലൊക്കെ മണ്ണേ ചേട്ടൻ ചാടിയിട്ടുണ്ട് എന്നും പറഞ്ഞ് ഇപ്പം അടുത്ത് ചാടാമെന്ന് വെച്ചാൽ ചാടൂല. വെള്ളമില്ലേ? പണ്ടൊക്കെ ഒരു സമയത്ത് ഇവിടെ എല്ലാം വെള്ളമായിരുന്നേ. വെള്ളമില്ല കേട്ടോ. ഉണ്ട് പണ്ടൊക്കെ ഞാൻ ഒരു സമയത്തൊക്കെ ഉണ്ടോ അവിടെ തട്ടായിട്ട് ഒഴുകും, നല്ല രസമായിരുന്നു കാണാൻ. നമുക്ക് എന്തായാലും ഇതിന് മുകളിലെ ഡാം കേട്ടോ, ആ ഡാം കണ്ടിട്ട് വരാം. ഇനി ഡാമിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. ഇതിന് ഷട്ടറൊന്നുമില്ല. തമിഴ്നാട്ടിലെ ഡാമുകൾക്ക് ഏറെക്കുറെ ഷട്ടറൊന്നുമില്ല. ഷട്ടറുള്ള ഡാം ഈ ഏരിയയിലൊന്നുമില്ല കേട്ടോ. തമിഴ്നാട്ടിലുണ്ട്, ഇല്ലെന്നല്ല. എന്നാൽ തന്നെ ഒന്ന് മേക്കര ഡാമിൽ പോയ ആ ഷട്ടറില്ല. അതേപോലെ ഗുണ്ടാർ അണക്കെട്ടിൽ പോയാലും ഷട്ടറില്ല. ഇതാണ് പുളിയറ ഡാമേ. ഇത് ഞായിട്ട പേരാട്ടോ. ഇതിന് വേറൊരു പേരുണ്ട്, അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. വെള്ളം കുറവാട്ടോ. വെള്ളം കുറവാൻ്റെ കാരണം കൊണ്ടല്ലോ അവിടെയൊക്കെ നിറഞ്ഞിടക്കേണ്ടതാണ്. ഇപ്പോൾ വെള്ളം കുറവാണ്, എന്നാലും ഭയങ്കര ആഴമാണ് കേട്ടോ. ഇഷ്ടംപോലെ മീനുണ്ട്, മീൻ വളർത്തുന്നത്. പിന്നെ കൃഷികൾക്ക് ഉപയോഗിക്കുന്ന ഒരു ചെറിയൊരു ഡാം, ഷട്ടറൊന്നുമില്ല. അവിടെ വെള്ളമില്ലാത്തതുകൊണ്ടാണ് താഴെ വെള്ളമില്ലാഞ്ഞത്. കാരണം ആ വഴി ഒഴുകിയാണ് താഴോട്ട് പോകുന്നത്. ഇപ്പോൾ ഫുള്ള് തേക്കാട്ടോ. അതുകൊണ്ട് ഈ ഭാഗം ഫുള്ള് തേക്ക്. പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാം കേട്ടോ. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ റെയിൽവേ ട്രാക്ക് കാണാൻ പറ്റും. നല്ല രസം. ഇങ്ങനെ വളഞ്ഞാണ് വരുന്നേ. എങ്ങനെ അറിയാമോ? ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ ആ മലയുടെ താഴ്വാരത്തൂടെ ഇങ്ങനെ പോയി ഇങ്ങനെ തിരിഞ്ഞ് അങ്ങനെ പോകും. ഇതിൽ നമുക്ക് അങ്ങോട്ട് പോകാം. നമുക്കിൻ്റെ അങ്ങ് അറ്റം പോയിട്ട് വരാമേ. ചെറിയൊരു ഓഫ് റോഡാണ് ഇത്. ഇവിടെ ഓഫ് റോഡ് എന്ന് പറയാൻ കാരണം വേറെ ഒന്നും കൊണ്ടല്ല. ഇത് സംഭവം വല സൈഡിലും കുഴിയാ, ഇട സൈഡിൽ പിന്നെ ഡാമാണ്. നീന്തലോടെ നീന്തൽ. എവിടെ നിന്ന് ചെന്ന് കയറും, ചിലപ്പോൾ കയറിയില്ലെന്നും വരും.
വലത്തോട്ട് പോകാൻ വലിയ കുഴപ്പമില്ല, ഉരുണ്ട് താഴോട്ട് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും. ഇടത്തോട്ട് പോയാൽ പറ്റത്തില്ല, ഇത് ഭയങ്കര ആഴമുള്ള ഡാമാണ്. ഇപ്പോൾ ഡാമിൻ്റെ ഇങ്ങനെ അറ്റം വന്നു കേട്ടോ. ഇവിടെ ഇനി അങ്ങോട്ട് വനമാണ്. പക്ഷെ ഇവിടെ ഫുള്ള് എരിക്കും പൂവാണ്. പിന്നെ ഇവിടെ 2-3 മയിലിനെ കണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താ പറയുക, തേക്കും. ഈ ഭാഗം ഫുള്ള് മലയാണെങ്കിൽ ഈ സൈഡ് ഇങ്ങോട്ട് മൊത്തം വയലുകളും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. ഇവിടെ പഞ്ഞിമരമൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പഞ്ഞി കഴിച്ചതാണ് എരിക്ക കേട്ടോ. ഇവിടെ ഫുള്ള് എരിക്കാണ്. ഈ എരിക്കെന്തെന്ന് വെച്ചാൽ മഹാദേവന് ഇഷ്ടപ്പെട്ട പൂവാണ് എരിക്കും പൂ. ഇതിൻ്റെ കറ കണ്ണി വീണ് കഴിഞ്ഞാൽ കണ്ണ് കാണാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ കാഴ്ചകളാണ് കേട്ടോ. നമ്മൾ ഈ തമിഴ്നാട്ടിലെ എന്താ പറയുക മീനാളുന്ന സ്ഥലങ്ങളൊന്നും അല്ല കാണുന്നത്. നമ്മൾ ഇതുപോലത്തെ നാട്ടുംപുറത്ത് സ്ഥലങ്ങളും ഒക്കെ കാണാൻ പോകുന്നത് കേട്ടോ. ഇവിടെ ചെറിയ വെള്ളച്ചാട്ടം വരുന്നത് കേട്ടോ. വെള്ളമില്ല സംഭവം ഉണ്ടോ. ഇതൊക്കെ വീടുണ്ട് കേട്ടോ. ചെറിയ പാറയും അപ്പുറത്തെ റെയിൽവേ ട്രാക്ക്. നമുക്ക് ഈ വഴിയൊന്നും പോകാൻ പറ്റത്തില്ല കേട്ടോ. ഇതെല്ലാം ഫുള്ള് കമ്പിവേലിയാണ് ഇങ്ങോട്ടൊക്കെ. ഇവിടെ നിന്നാണ് നമുക്ക് ഭഗവതിപുരത്തോട്ട് പോകേണ്ടത്. ഈ ഭഗവതിപുരം റെയിൽവേ സ്റ്റേഷനിൽ ഇഷ്ടംപോലെ പടം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ കുട്ടി സിനിമയില്ലേ നമ്മുടെ ധനുഷിൻ്റെ, അത് ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തത്. ഇവിടെ ചെങ്കോട്ട, ഭഗവതിപുരം, 13 കണ്ടറപ്പാലം ഇഷ്ടംപോലെ ഷൂട്ടിങ് നടന്ന സ്ഥലമാണ്. ഭഗവതിപുരം റെയിൽവേ സ്റ്റേഷൻ എത്താറായി. ഇപ്പം എത്തും. ഭഗവതിപുരം റെയിൽവേ സ്റ്റേഷൻ. ഇവിടെയൊക്കെ മരങ്ങളൊക്കെ മുറിച്ച് കളഞ്ഞു. ഈ മരങ്ങളാണ് ഇവിടുത്തെ ഒരു ഭംഗിയായിരുന്നു. അവിടെ വരെ പോട്ടെ, തിരിച്ച് നമുക്ക് നേരെ പോകണം. നമ്മൾ വന്ന വഴിയല്ല, കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മരങ്ങളൊക്കെ നിൽക്കുന്ന കുറച്ച് ഭാഗം കണ്ട് അങ്ങോട്ട് പോകാം. ഞാൻ കടലിൽ തിരിച്ചപ്പം കണ്ടു. ഇതാണ് ഗൈസ് ഭഗവതിപുരം റെയിൽവേ സ്റ്റേഷൻ. ഒരു ശാന്തമായ ഭഗവതിപുരം റെയിൽവേ സ്റ്റേഷൻ. ഇത് പുതിയ കെട്ടിടം കേട്ടോ. പണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, കുറച്ചും കൂടി എന്താ പറയുക നാച്ചുറലായിരുന്നു. അപ്പോൾ പുതിയ സാങ്കേതിക വിദ്യകൾ കാരണം പുതിയ കെട്ടിടങ്ങൾ വന്നു. അങ്ങനെ നമ്മളിപ്പോൾ ഭഗവതിപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അങ്ങോട്ട് പോകാം. അവിടെ കുറേ മരങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. അടിപൊളിയാണ്. പിന്നെ രാവിലെ കുളിച്ചേക്കെ കേട്ടോ. സംഭവം എണ്ണയും തേക്കാത്തതുകൊണ്ട് മുടിയൊക്കെ പറന്ന് കിടക്കുക. കാണുമ്പം കുളിക്കാത്തവനാണെന്ന് വിചാരിക്കരുത്. ഇപ്പോൾ ട്രെയിനൊന്നും ഇല്ലാത്തതുകൊണ്ട് ധൈര്യമായിട്ട് നടക്കാം. അല്ല ഇങ്ങ സൈഡിൽ ഇതൊക്കെ മരം അത് മുറിച്ചോ? ആ ക്യാമറ എടുക്കും. യൂട്യൂബ് അവർക്ക് എന്തൊക്കെയോ പറയാം. ക്യാമറ എന്തിനെടുക്കും? യൂട്യൂബ്. ഇവിടെ കുറേ മരങ്ങളുണ്ടായിരുന്നു, നല്ല രസമായിരുന്നു. ഈ മരങ്ങളൊക്കെ മുറിക്കാതെ അതേപോലെ നിലനിർത്തിക്കൊണ്ട് ഈ പരിഷ്കാരങ്ങളൊക്കെ ചെയ്തിരുന്നെങ്കിൽ എന്ത് നല്ലതായേനെ. കാരണം ആ പഴമ അവിടെ നിൽക്കുകയും ചെയ്യും, പരിഷ്കാരങ്ങൾ അവിടെ തുടരുകയും ചെയ്യും. ഇപ്പം മരങ്ങളൊന്നും ഇല്ല കേട്ടോ. അത് ഇവിടെ എല്ലാം മരങ്ങളായിരുന്നു, ഇതെല്ലാം നല്ല തണലായിരുന്നു. ഇപ്പം ഒന്നുമില്ല. പക്ഷെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അടിപൊളിയാണ്. ഗൈസ് മഴ കുടയൊന്നുമില്ല.
എവിടെ നിന്ന് കയറി നിന്നേ പറ്റൂ കേട്ടോ. പക്ഷേ രാവിലെ തൊട്ടേ കണ്ടൊക്കെ ചെയ്യാണല്ലോ, എവിടെ തിരിഞ്ഞാലും മഴ. മറ്റേ കൊച്ചിരാജനകത്ത് പറയുന്നല്ലേ, എവിടെ பார்த்தாലും എങ്ക பார்த்தாലും നീ, അതുപോലെ എവിടെ നോക്കിയാലും മഴ, എങ്ങോട്ട് നോക്കിയാലും മഴ. നമുക്കിനി എവിടെ നിന്ന് കയറി നിന്നിട്ടെ ദക്ഷിണാമൂർത്തി കോയിലുണ്ട്, അതിൻ്റെ അവിടുത്തെ ബാക്ക്ഗ്രൗണ്ടൊക്കെ അടിപൊളിയാണ്. അപ്പോൾ അങ്ങോട്ട് പോവാം. അത് കഴിഞ്ഞ് നമുക്ക് അവിടെ നിന്ന് വേറെ എവിടെയെങ്കിലും പോവാം. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അലയിലാണ് നമ്മുടെ പരിപാടി. അലയാണെന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, വെറുതെ അലയല്ലല്ലോ. പക്ഷേ വെറുതെ അലയല്ലല്ലോ, നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് അലയുകയാണല്ലോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ബൈക്ക് ഇങ്ങനെ വെച്ചിരിക്കുന്നുണ്ടോ, മഴ പൊടിയുന്നു. ഗൈസ്, ആ കാണുന്നതാണ് ദക്ഷിണാമൂർത്തി കോയിൽ കേട്ടോ. ആ കോയിലിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ അടിപൊളിയാണ്. അങ്ങനെ ദക്ഷിണാമൂർത്തി കോയിലെത്തി കേട്ടോ. നല്ല ആളാണ് കേട്ടോ, നല്ല തിരക്കൊക്കെ ഉണ്ട്. ഇവിടെ ഈ ഏരിയയിൽ അറിയപ്പെടുന്നൊരു അമ്പലമാണ്. നമ്മൾ അങ്ങോട്ട് നടന്നിട്ട് വരാം കേട്ടോ. ചെറിയൊരു പാറക്കെട്ട് ഉണ്ട് കേട്ടോ, അപ്പോൾ അങ്ങോട്ട് പോയി നോക്കിയിട്ട് വരാം അവിടെ എന്താന്നേ. ഇത് നോക്കിയേ, ഫുള്ള് വയലാണ്. തമിഴ്നാട് വയൽ വിട്ടൊരു കളിയില്ല കേട്ടോ, എവിടെ നോക്കിയാലും വയലാണേ. പക്ഷെ തറ നോക്കി ചവിട്ടി പോകണം, അതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം. ഗൈസ്, മഴ പെയ്യ സമയത്ത് ഞാൻ രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് ഒരു ചായ ഒരു കേൾക്കുന്നതിൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഒരു ഹോട്ടലിൽ കയറി ചൂട് പൊറോട്ട 2 പൊറോട്ട കഴിച്ച്, കുഴപ്പമില്ല, നല്ല ഫുഡായിരുന്നു. കൈ കഴുകാൻ വേണ്ടി ചെന്ന് ഗ്ലാസ് എടുത്തപ്പോൾ ആ ഗ്ലാസിൻ്റെ അകത്ത് അടിഞ്ഞ് കൂടിയ ഒരു എന്താ പറയുക, നമ്മളിങ്ങനെ വർഷങ്ങളായിട്ട് കഴുകാത്തൊരു ഗ്ലാസ്സില്ലേ, ആ അവസ്ഥയായിരുന്നു. എന്തെങ്കിലും കഴിച്ചു പോയി, ഇനിയൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. എങ്ങനെ കഴുകും, ഒരുമാതിരി ഒരു വല്ലാത്ത ഒരു ഇതായിരുന്നു കേട്ടോ. നിങ്ങളിപ്പോൾ കണ്ടില്ല ആ ഗ്ലാസ്, ആ അവസ്ഥ കണ്ട ആര് അതിൽ നിന്ന് വാഴും അല്ലെങ്കിൽ കൈ കഴുകും, വെള്ളം കുടിക്കും, ഒരു വല്ലാത്തൊരു അവസ്ഥ കേട്ടോ. അത് ഭയങ്കര മഴയായിപ്പോയി. പിന്നെന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമുക്ക് വിശന്നിരുന്നോണ്ട് നമ്മൾ കഴിച്ചു പോയി. ഇത് ദക്ഷിണാമൂർത്തി കോയിലാണ് ആ കാണുന്നതൊക്കെ. ആണോടാ, കൂറ്റം മലകളൊക്കെ നമുക്ക് കാണാം. ഇവിടെ ചെറിയൊരു തടാകമായിരുന്നു, ഇപ്പോൾ വെള്ളം വറ്റി കിടക്കുകയാണ്. കേരളത്തിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിറഞ്ഞ് കവിയുകയാണ്. കഴിച്ച് നമുക്ക് കുറച്ച് അങ്ങോട്ട് പോയി നോക്കാം കേട്ടോ. നല്ല തെറ്റില്ല, വെള്ളം ഒഴുകിക്കൊണ്ടിരുന്ന സ്ഥലമല്ലായിരുന്നു. വെള്ളം പെട്ടെന്ന് തീർന്നപ്പോൾ തെറ്റിലാവും. നോക്കി, നല്ല രസമുണ്ട്. ഇവിടെയൊക്കെ പച്ചപ്പ് വിരിച്ച പോലെ കിടക്കുന്നില്ലേ, നല്ല രസമുണ്ട്. മറ്റൊക്കെ അടിപൊളി കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോകാം. താന്ന് പോവോ? കിടക്കുന്ന നോക്ക്. ഇത് വലിയൊരു എന്താ പറയുക, വേണമെങ്കിൽ മിനി ഡാം എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. അത്ര ഏറിയുണ്ട്, ഇങ്ങനെ കിടക്കുക. നല്ല കാറ്റാട്ടോ, നല്ല തണുത്ത കാറ്റാണ്. കാരണം വേറൊന്നുമല്ല, നല്ല മഴയാണ്. ഇടയ്ക്ക് മഴ നല്ലോണം പെയ്യുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് തോരുന്നുണ്ട്, തോരും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. മഴ നമ്മളെ കളിപ്പിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഇപ്പോഴും മഴ പൊടിയുന്നുണ്ട്. പൊടിയിൽ ശകലം കൂടിയോന്ന് സംശയമില്ലാതില്ല. മഴയായി, ഇനി എവിടെയും കയറി നിൽക്കണമല്ലോ. കണ്ടോ, ഇവിടൊക്കെ ഇതുപോലത്തെ ചെടികളാണേ. ഇതുപോലത്തെ ചെടികളാണ്. ഇവിടെ ചാണകം ഉറപ്പുണ്ട് കേട്ടോ. പശുവിനിപ്പം വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ പോച്ച തിന്നാനൊക്കെ പശുവിനെ ആടിനൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇതുപോലത്തെ ചെടികളാണ് ഇവിടെ ഇല്ല കൂടുതലും. വേണ്ട, നമ്മുടെ കോളാമ്പി പൂ. നമ്മുടെ നാട്ടിൽ മഞ്ഞ അരുളി ഉണ്ടല്ലോ, ആ അരുളി വേറെ സൈസ്. പക്ഷെ അരുളി അല്ല, ഇത് വേറെ ഏതോ ഒരു പൂവാ. ഈ സൈഡിലെ മാവിൻ്റെ കൃഷിയാണേ. അങ്ങോട്ട് പോകാൻ പറ്റുന്ന അതിൽ നമുക്ക് നോക്കിയിട്ട് തരാം. ഇനി ഇതിൻ്റെ ഉടമസ്ഥൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വിചാരിക്കും ഞാൻ മാങ്ങ വെച്ചാൽ വന്നത്. എന്താ
പക്ഷേ തറ നോക്കി ചവിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ ചെരുപ്പങ്ങ് പോകും കേട്ടോ. കാരണം കണ്ടമായതുകൊണ്ട് എല്ലാം പുതയിലുണ്ട്. അവിടെ ഇങ്ങോട്ടെല്ലാം മാവാണ്, മാങ്ങയൊക്കെ നിൽപ്പുണ്ട്. നമ്മളൊരിക്കലും കയറി പിച്ചുന്നൊന്നുമില്ല, അങ്ങനെ അവർ കഷ്ടപ്പെട്ട് നട്ടതല്ലയോ. കണ്ടോ, നോക്കി ചവിട്ടിയില്ലെങ്കിൽ നമ്മളവിടെ ഇതേപോലത്തെ കുഴിയിലൊക്കെ ചിലപ്പോൾ കാല് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അവിടെ ചെരുപ്പ് എടുക്കാൻ പറ്റൂല, ചെരുപ്പ് പൊഞ്ഞു പോകും. ചിലപ്പം പൊഞ്ഞ ചിലപ്പോൾ നമ്മൾ എടുത്ത് പൊക്കാൻ നേരത്തെ ഇതിൻ്റെ വള്ളി പൊട്ടിപ്പോകുന്നത്. കുറേ ഏറി കേട്ടോ, കണ്ണെത്താ ദൂരത്ത് വരെ വയൽ കിടക്കുവാണ്. നമുക്ക് ഈ വഴി അങ്ങ് അറിയാം. നമ്മൾ കയറി വന്ന് അപ്പുറത്തോടാ കേട്ടോ. നമുക്ക് ഈ വഴി ഇറങ്ങി, വെള്ളമൊന്നും ഇല്ലല്ലോ, അത് നമുക്ക് ഈ വഴി ഇറങ്ങി പോയി നോക്കാം. ചത്ത് കണ്ടോ, ആൻ്റെ കുറച്ച് മുകളിലോട്ട് കയറ്റി കേട്ടോ, അല്ലെങ്കിൽ ഫുള്ള് ചെളിയാവും. കണ്ടാ ഒരു വരമ്പ് കിട്ടി, ആ വരമ്പിൽ കൂടെ നടന്നു പോവാം. വരമ്പ് ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ്, അടിപൊളി. ഇതുപോലത്തെ കാഴ്ചകളൊന്നും ആരും അങ്ങനെ നമ്മൾ റോഡിൽ കൂടെ പോകുമ്പം കൊള്ളാം എന്ന് പറഞ്ഞാൽ പോത്തേ ഉള്ളൂ. പക്ഷെ ഇതിൻ്റെ അകത്തോട്ട് കയറിയപ്പോഴായിരിക്കും നമ്മൾ ആ കണ്ടതിനെയും കാട്ടിലും മികച്ചത് അതിൻ്റെ അകത്തുണ്ടെന്ന് മനസ്സിലാവുന്നത്. ഒരു പാറ കണ്ട, ആ പാറ എടുത്തിട്ട് പോകാം കേട്ടോ. നിങ്ങൾക്ക് വേറൊരു സംഭവം കാണിച്ചു തരാം. ഓക്കെ, അടിപൊളി അല്ലേ, ആ മലയും ആ ക്ഷേത്രവും. പിന്നെ തമിഴ്നാട്ടിലെ ക്ഷേത്രത്തിലെ ഈ പെയിൻറ്റിങ് ഒക്കെ അടിപൊളി കേട്ടോ. ഈ റെഡും വൈറ്റും ഒക്കെ ഇങ്ങനെ പോകുമ്പം നല്ല രസമാണ് കാണാൻ. അതുകൊണ്ട് ദൂരെ നിന്ന് ഈ ഇപ്പം നമ്മൾ എടുക്കുന്ന വീഡിയോ തന്നെ ആ റെഡും വൈറ്റും ആണ് ഏറ്റവും എറിച്ച് നിൽക്കുന്നത്. കൊള്ളാം, അടിപൊളി കണ്ടേ. ഓക്കെ, എന്ത് വിശാലമായ ഷോറൂം എന്ന് പറഞ്ഞ പോലെ, എന്ത് വിശാലമായ നെൽപ്പാടങ്ങൾ, ക്ഷേത്രം, ഒരു നാട്ടുംപുറത്തെ ഒരു ഇതാട്ടോ. നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ ഇപ്പം വളരെ കുറവാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. ഓക്കെ, അടിപൊളി. പാറപ്പുറത്തോട്ടൊരു പോട്ടില്ല. ഈ അമ്പലത്തിൻ്റെ ഏതെങ്കിലും ആണെന്നും അറിയാൻ വയ്യ, കാരണം ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള പാറകൾ ചിലപ്പോൾ ക്ഷേത്രത്തിൻ്റെ വക എന്തെങ്കിലും ആയിരിക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം, പോയി നോക്കാം. ഹായ്, കൊള്ളാമല്ലോ. നമ്മൾ അവിടെ ഒരു ചെറിയൊരു ഡാം പോലെ കണ്ടെങ്കിൽ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ അതേ മോഡലാണ്. ഇത് നോക്കി, അടിപൊളി. അവിടെ ഒരു ആമ്പലൊക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് അങ്ങോട്ട് പോട്ടില്ല. അയ്യോ മച്ച, ആമ്പലാണോ താമരയോ ഇവിടെ? എൻ്റെ സിമ്പിളായിട്ട് നടന്നു പോന്നു. ആ സൈഡൊക്കെ ഘോര വനം. താമരയാണ് കേട്ടോ, താമരപ്പൂ, താമരയാണേ. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഉണ്ട്, ഇതിന് ഷട്ടറുണ്ട് കേട്ടോ. ഇത് ചെറിയ ഡാമാണെന്ന് തോന്നുന്നു കേട്ടോ, ചെറിയ ഷട്ടറൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഈ വഴിയൊക്കെ വരുന്നവരാണെങ്കിലേ ജസ്റ്റ് ഈ ദക്ഷിണാമൂർത്തി കോയിലും എൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് കാണണം കേട്ടോ. ഇവിടെ ഈ വീഡിയോ കാണുന്ന പോലൊന്നുമല്ല, നേരിട്ട് കാണാൻ അടിപൊളിയാണ്. ഞാൻ തന്നെ ഞെട്ടിയിരിക്കുക.
സത്യം. ഞാൻ ഇവിടെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്ക് സൈഡ് ഇപ്പോൾ ആദ്യമായിട്ടാണ് വരുന്നത്. വന്നപ്പോഴാണ് മനസ്സിലായത് കണ്ടതൊന്നും ഒന്നുമില്ല, കാണാത്തത് അതിഭയങ്കരം അതിഭീകരം എന്ന് വേണമെങ്കിൽ പറയാം. നെല്ല് കാണിച്ചത് നെല്ല് ഇപ്പോൾ ചിലർക്ക് നെല്ല് നീ കണ്ടിട്ടില്ലേ എന്ന് ചോദിക്കാം. പക്ഷെ അതല്ല, നെല്ലും നമ്മുടെ ഇപ്പോൾ കൊല്ലംകോടില്ലേ, കൊല്ലംകോട് പ്രത്യേകത എന്തുവാ, ആ മല അവിടെ നിന്നുകൊണ്ട് മാത്രമല്ല, ആ വയലും ആ മലയും കൂടി ചേരുമ്പോഴാണ് അതിൻ്റെ ഭംഗി കേട്ടോ. അതുപോലെയാണ് ഇവിടെ നമ്മുടെ മേക്കരയല്ലേ, മേക്കര ചെല്ലപ്പോഴും നമുക്ക് ഉറക്കത്തിൽ നിന്ന് ഒരുത്തിനെ ഉണർത്തിയിട്ട് പെട്ടെന്ന് ഇത് എവിടെ സ്ഥലം എന്ന് വെച്ചാൽ വേണമെങ്കിൽ കൊല്ലംകോട് എന്ന് പറയും. അമ്മാതിരി അതേപോലെ സെയിം സ്ഥലം പോലെ തോന്നും. അതുപോലെ തന്നെ ഇവിടെ അതുകൊണ്ടാണ് നെല്ല് കാണിച്ചു തരുന്നത്. നെല്ലും ഇത് രണ്ടും കൂടെ ആപ്പത്തിന് അടിപൊളിയാണ് കാണാൻ. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അല്ല, നമ്മൾ ആ നെല്ലിൻ്റെ ഇടയിലോട്ട് പോകാൻ പോകുന്നു. പിന്നെ നെല്ലിൻ്റെ ഓണർ കൊണ്ട് എന്നെ ഓട്ടിക്കരുന്നുണ്ട്. നെല്ലടേ എവിടെ ഇന്ന് ഞാൻ കൊന്നിടുമേ. ഈ ആനയെ കാണാൻ നല്ല രസമാണ്, നല്ല ഭംഗിയാണ്. പക്ഷെ നെറ്റിപ്പട്ടം കൂടി എടുപ്പം ആനയ്ക്ക് ഭയങ്കരമായിട്ടൊരു എന്താ പറയുക, ഭയങ്കര ഭംഗിയാണ് കാണാൻ. അതേപോലെയാണ് നമ്മൾ ആദ്യം കണ്ടത്. നെല്ലില്ലെങ്കിലും കാണാൻ നല്ലതാണെങ്കിൽ നെല്ലുള്ളപ്പം അതുപോലെയാണ് കാണാൻ. അടിപൊളിയാണ്. ഈ അടിപൊളിയാന്ന് പറയുമ്പോൾ എപ്പോഴും അടിപൊളിയാന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, അത് അടിപൊളി ആയതുകൊണ്ട് തന്നെ. ഉണ്ട്, ഏത് നിമിഷവും മഴ പെയ്യും. ഇപ്പോൾ ഒരു ഗ്രാമപ്രദേശത്തുകൂടെ പോവാട്ടോ. ഇവിടെ ചെന്നാലും ഈ ഒരു ഹമ്പുണ്ടല്ലോ, ഈ വഴി കൂടെ ആദ്യമായിട്ടാണ് ഞാൻ പോകുന്നത്. ഒരു പിടിയുമില്ല ഇതൊക്കെ എങ്ങോട്ട് ചെന്ന് കയറുന്നേ. റോഡിലെത്തി കേട്ടോ. നമുക്ക് ഇവിടുന്ന് ഇടത്തോട്ടാണ് പോകേണ്ടത്. നമുക്ക് ഇടത്തോട്ട് പോകാം. നമ്മൾ ദൂരെ എവിടെയും പോട്ടെ, നമ്മൾ വേറൊരു സംസ്ഥാനത്ത് വന്ന് നിൽക്കുമ്പോൾ കേരള വണ്ടിയാണ്. അപ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു സന്തോഷമാണ്. ഇവിടുന്ന് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ ചെങ്കോട്ടയിലോട്ടാണ് പോകുന്നത്. നമുക്ക് ചെങ്കോട്ടയിലോട്ട് പോകണ്ട, നമുക്ക് ഇവിടുന്ന് നേരെ പുളിയറ പോകുന്ന റോഡ്. ഗൈസ്, ഇപ്പം നിൽക്കുന്നത് നമ്മൾ തെങ്ങിൻതോപ്പിലാണ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ കാണാൻ പറ്റും തിരുമല കോവിലിൻ്റെ. അപ്പോൾ ആ വ്യൂ കാണാൻ വേണ്ടി ഇങ്ങോട്ട് ഇറങ്ങിയതാ, കാണിച്ചു തരാം. കാലൊന്നും ചവിട്ടാൻ വയ്യ കേട്ടോ. ഒരു കാലിൽ 10 കിലോ, ഒരു കാലിൽ 10 കിലോ, മൊത്തത്തിൽ ടോട്ടൽ 20 കിലോ. അപ്പോൾ 20 കിലോ വലിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ നടന്നു പോകുന്നത്. ചെളിയാ. മറ്റേ അരുളി, ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതല്ല, ഈ അരുളിയല്ല ഞാൻ പറഞ്ഞത്. ഇതും കോളാമ്പി പോലെ ഇരിക്കുവാണ് ഈ പൂവേ, കണ്ട. പക്ഷെ ഞാൻ പറഞ്ഞിങ്ങനെ നെറ്റി ഇങ്ങനെ ഇടിച്ചു പൊട്ടിക്കത്തില്ലേ, ടപ്പയും സൗണ്ട് കേൾക്കത്തില്ലേ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. നമുക്ക് എന്തായാലും ഈ വഴി താപ്പോട്ട് പോവാം. താപ്പോട്ട് പോകുന്ന കാര്യം, അയ്യോ ഇപ്പോൾ വീണാനെ, അയ്യോ ഇത് ഞാൻ ഇറങ്ങിയ വഴിയുണ്ടോ, വീണ് നല്ല രീതിയിൽ വീണ്. ചെറുതായിട്ട് വേദനയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ, ചെന്നിപ്പോയി. ഇങ്ങനെയൊക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റും. പക്ഷേ ക്യാമറയിൽ അത്ര ക്ലിയർ അല്ല കേട്ടോ, അല്ലാതെ നമുക്ക് ഇവിടെ നിന്നാക്കി നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. സൈഡിലും തെങ്ങും അപ്പുറം ഇപ്പുറം വയൽ, നേരെ കിടക്കുക റോഡ്, അടിപൊളിയാണ് കാണാൻ. ഞാൻ നേരത്തെ ഈ വഴിയാണ് പോയത്. അപ്പോൾ സമയത്ത് നല്ല മഴ പെയ്തുകൊണ്ട് എടുക്കാനൊന്നും പറ്റിയില്ല. ക്യാമറ ഒക്കെ ബാഗിലാക്കിയിട്ട് മഴ പെയ്ത് വെക്കുമല്ലായിരുന്നു. കണ്ടോ, ഇത് കണ്ടോ, ഇതാണ് സീനറി. കണ്ടോ, ആൾക്കാർ നടന്നു പോകുന്നു, അപ്പുറം ഇപ്പുറം വയൽ, പശുക്കൾ മെയ്യുന്നു. എന്താ പറയുക, നമ്മൾ ഈ കഥകൾ പറയത്തില്ല, അതേപോലെ തട്ടായിട്ടുള്ള നെൽ വയലുകൾ, അതിൽ ആൾക്കാർ പശുക്കളെ മേയ്ക്കുന്നു, തെങ്ങുകൾ, കൊക്കുകൾ പറന്നു പോകുന്നു. നേരെ കാണുന്ന ഒരു മലയാണ്. സത്യം പറഞ്ഞാൽ അവിടെ മല റോഡ് തീരുമല്ല. അവിടെ നിന്ന് ഇടത്തും വലത്തോട്ട് പോയി നമ്മുടെ ഭഗവതിപുരം റെയിൽവേ സ്റ്റേഷനാണ്, ഇടത്തോട്ട് പോയ പുളിയറയാണ്.
പണ്ട് എങ്ങനെയായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു സാമ്പിൾ വെക്കാം. പണ്ട് കാലത്ത് ആൾക്കാർ എങ്ങനെ ജീവിച്ചിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു നാടാണ് തമിഴ്നാട്. അപ്പോൾ അങ്ങനെ പുളിയറയിൽ വീണ്ടും നമ്മൾ എത്തിയിരിക്കുകയാണ്. കുറേ വട്ടം പുളിയറയിൽ കറങ്ങും. ആൾക്കാർ എന്നെ തന്നെ നോക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു മോഷണം എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ തീർന്നു. அந்த ஹெல்மெட் எடுத்த பையனே அங்கே கேரளா பைக் இருக்கு, அந்த பையன் தானே இருக்கும் இந்த തിരുടൻ എന്ന് ചൊല്ലും. പറയാൻ പറ്റത്തില്ല, കാരണം ആൾക്കാരൊക്കെ എങ്ങനെയാണ് നോക്കുന്നത്. കാരണം ഒന്നാമത് ഈ ഹെൽമെറ്റ് വെച്ചേക്കുന്നത് മൊത്തം ബ്ലാക്കാണ്, ഗ്ലാസും ബ്ലാക്ക്, ഹെൽമെറ്റും ബ്ലാക്ക്. എൻ്റെ മുഖം കാണത്തില്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാളിങ്ങനെ പോകുമ്പം നമുക്ക് സംശയം തോന്നില്ല. അതന്നെ ഇവർക്കുള്ളേ. എന്നാലും എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ തിരുടനല്ലേ. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, കാരണം പലരും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇത് ചിലർ ചെയ്തിട്ടില്ല. അപ്പോൾ അത് നമ്മൾ അടുത്തുള്ള ആൾക്കാർ തന്നെയാണ് കേട്ടോ. ചെയ്യാം, എൻ്റെ ചാനൽ ഏതാ നോക്കട്ടെ, ചെയ്യാം കേട്ടോ എന്ന് പറഞ്ഞ് നമ്മളെ വെറുതെ അങ്ങ് മോഹിപ്പിക്കും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവരും സപ്പോർട്ട് വേണം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ.